അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു സംഭവം കണ്ട സ്ഥിതിക്ക് നിങ്ങളെ കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ച സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ നമ്മൾ അവധിയാവുന്ന സമയത്ത് തോട്ടിലും ആറ്റിലും മറ്റടുത്തും മറിച്ചതും മാവിലും തേങ്ങലും മറ്റവിടെ കല്ലറത്തൊക്കെ പറഞ്ഞ് ഓടിച്ചടക്കുന്ന സമയത്ത് തൊട്ടടുത്ത വീട്ടിൽ അമ്മൂമ്മയും തൊട്ടടുത്ത വീട്ടിൽ അപ്പൂമ്മയും ഏതൊക്കെ ആൻറ്റി കുഞ്ഞമ്മ വലിച്ച മാമൻ ഏതോ വീട്ടിലെ ആൻറ്റി അപ്പൂമ്മനൊക്കെ നമ്മൾ അടിച്ചോടിക്കും മനസ്സിലായി. അപ്പോൾ അതുപോലത്തെ ഒരു കാഴ്ച കാണുന്നത് കുറേ പിള്ളേർ അവധിയായതുകൊണ്ട് കുളിക്കാനും കളിക്കാനൊക്കെ ആറ്റിൻ്റെ കരയിൽ വന്നതാണ്. അപ്പോഴാണ് അടുത്ത വീട്ടിലുള്ള ഏതോ ഒരു അമ്മൂമ്മ വന്നിട്ട് ഒരു കമ്പെടുത്തിട്ട് പിള്ളേരെയൊക്കെ പേടിപ്പിച്ച് കരയിലേക്ക് ഓട്ടിച്ച് വിടാണ്. കരുതലിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് ഈ പരിപാടി. വെള്ളത്തിൽ മുങ്ങി മരിക്കുക, അപകടങ്ങൾ വിളിച്ച് വരുത്താതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന കമ്പൊക്കെ എടുത്ത് പേടിപ്പിച്ചൊക്കെ പിള്ളേരെ വീട്ടിലേക്ക് പറഞ്ഞു. പക്ഷേ ഈ കാണുന്ന സ്ഥലത്ത് അധികം ആഴവും കാര്യങ്ങളൊന്നും ഇത് വന്നിട്ട് നെയ്യാറിനകത്താണ് നമ്മൾ ഈ കാണുന്നത്. ചിഞ്ചും രണ്ടെത്തി അഞ്ചും കുഞ്ചും മഞ്ചും എല്ലാം വന്ന് മുട്ടകൾ വെള്ളത്തിൽ നീന്തൽ പഠിക്കുന്നത്. അതിനടുത്തിട്ട് ഞാൻ ഈ കാണുന്നത് ചൂണ്ടിട്ട് പരൽമീനുകൾ പിടിക്കുന്നുണ്ട്. ചൂണ്ടിട്ട് പരൽമീനുകൾ പിടിക്കുന്നതിനകത്ത് വെച്ചാൽ ചൂണ്ടിട്ട് പിടിച്ച പരൽമീനുകളെ കഴുകി വൃത്തിയാക്കി വീട്ടിൽ കൊണ്ട് ഫ്രൈ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്നത് ചൂണ്ടിട്ട് പരൽമീനുകളെ പിടിക്കുന്നത്. അപ്പോൾ അമ്മൂമ്മ പിള്ളേരെ ഓട്ടത്തിൽ വലിയ തെറ്റും കാര്യങ്ങളില്ല. അനാവശ്യമായിട്ട് ആവശ്യമില്ലാത്ത രീതിയിൽ അവധി ദിവസങ്ങളൊക്കെ ചെന്ന് വെള്ളത്തിൽ ചാടി കഴിഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് സേഫായിട്ടും വെള്ളത്തിൽ കളിക്കാൻ മനസ്സിലായി. അപ്പോൾ ഈ കാണുന്നത് നമ്മൾ കഴുകി വൃത്തിയാക്കി മീനെല്ലാം കൊണ്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോകണം. അപ്പോൾ അമ്മൂമ്മ പിള്ളേരെ ഓട്ടിക്കാൻ വേണ്ടിയിട്ട് പണ്ട് കാലത്ത് നമ്മൾ ഈ കാണുന്നത് മീൻ പിടിച്ചിടുന്ന സമയത്ത് മാങ്ങ പറിച്ച് തരുന്ന സമയത്തൊക്കെ ഏതോ ഒരു അമ്മൂമ്മ വന്നിട്ട് നമ്മളെയും കമ്പൊക്കെ പറക്കി അടിക്കാൻ ഓടിക്കുന്നതൊക്കെ ഒരു നൊക്ലാച്ച പോലെ മനസ്സിൽ വന്ന സ്ഥിതിക്ക് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു എന്ന് മാത്രമല്ല മറ്റേ തന്നെ വീഡിയോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെല്ലാം കുളിനനെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോകണം. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയുള്ളൂ. കുളിനനെ കഴിഞ്ഞ് ചിഞ്ചു വൃത്തിയോടായല്ലോ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു കാണുന്നതായിരിക്കും. ഗുഡ് ബൈ, ടാറ്റാ.